വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആവും. ഞങ്ങളെ നമുക്ക് ഓണോ എക്സാം ആണ് അടുത്ത ആഴ്ച അല്ലേ. ഓണോ എക്സാമിന് വേണ്ടുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രം നോക്കിയെടുത്ത് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പം 4 ചാപ്റ്ററിൻ്റെ ഞാൻ നേരത്തെ തന്നതും തരാനുള്ളതും ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഈ ലിങ്കിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം അടുത്ത ആഴ്ച എക്സാം ആണ്. ഇനി നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ തപ്പി നടക്കണ്ട, ഇത് മാത്രം അങ്ങ് പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ആക്ടിവിറ്റി ഇപ്പം ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ അവർക്ക് ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 എന്നും പറഞ്ഞാണ് തരുന്നത്. മലയാളം മീഡിയക്കാരാണെങ്കിൽ പ്രവർത്തനം 1, പ്രവർത്തനം 2 എന്നും പറഞ്ഞാൽ തരുന്നത്. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരേപോലെ മനസ്സിലാകത്തക്ക രീതിയിൽ മലയാളവും ഇംഗ്ലീഷും ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ. അപ്പം നോട്ട് ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളം മീഡിയക്കാർക്ക് മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അതങ്ങ് എഴുതിയെടുക്കണേ. നോക്കി, ഒന്നാമത്തത് വാട്ട് വെയർ ദ ഫസ്റ്റ് അഗ്രികൾച്ചറൽ ടൂൾസ്. ഇപ്പോൾ ആക്ടിവിറ്റി 1 തന്നിട്ട് ABC എന്ന് ഒരു പക്ഷേ തരാം കേട്ടോ. 1 തന്നിട്ട് ABC അല്ലെങ്കിൽ നമ്പർ ആണെങ്കിലും ഇവിടെ എന്താണോ തരുന്നത് അതിൻ്റെ അനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. ഇപ്പം നോക്കിയേ, വാട്ട് വെയർ ദ ഫസ്റ്റ് അഗ്രികൾച്ചറൽ ടൂൾസ്. ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്തെല്ലാമായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതൊക്കെയാണ് നിങ്ങളെ? ദ ഏർലിസ്റ്റ് അഗ്രികൾച്ചർ ടൂൾസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് വെയർ സ്റ്റിക്ക്, സ്റ്റോണ് ആൻഡ് ബോൺസ് അല്ലേ. അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? കമ്പ്, കല്ല്, എല്ല് ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു. ഇനി ഹൗ ദീസ് ടൂൾസ് ഹെൽപ്പ്, എന്തിനു വേണ്ടിയായിരുന്നു ഈ ഉപകരണങ്ങൾ അവർക്ക് സഹായമായത്? എന്തിനൊക്കെയായിരുന്നു? അവർക്ക് മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാനും ഒക്കെ ആയിരുന്നു ഈ ഉപകരണങ്ങൾ സഹായിച്ചത്. ദീസ് ടൂൾസ് വെയർ യൂസ്ഡ് ടു ടിൽ ദ സോയിൽ ആൻഡ് സോ ദ സീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മണ്ണിളക്കാൻ, ടിൽ ദ സോയിൽ, അതുപോലെ തന്നെ സോ ദ സീഡ്സ്, വിത്തുകളൊക്കെ നടാനും വേണ്ടിയായിരുന്നു. വേർ ഡിഡ് ഏർലി ഹ്യൂമൻസ് സ്റ്റോർ എക്സീഡ് ഫുഡ് ഐറ്റംസ് ഇൻ, എന്താണെന്ന് വെച്ചാൽ ആദിമ മനുഷ്യർ മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കളെ എന്തിലൊക്കെ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്? ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. പക്ഷെ ചോദിക്കുന്നത് കണ്ടോ, ആക്ടിവിറ്റിന്ന് തന്നിട്ട് ഈ 3 ഒറ്റ ഇതിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്പർ ഇട്ടിട്ട് എഴുതേണ്ടത്. അപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മോഡലാണ്, നിങ്ങൾ എങ്ങനെ എഴുതുന്നു ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പം നിങ്ങൾ അത് എങ്ങനെ എഴുതുന്നു എന്നാണ് കേട്ടോ. നോക്കി, ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ താഴെ തന്നിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കണേ, ഇതിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്തവർ. അപ്പം എന്തിനു വേണ്ടിയായിരുന്നു, പിന്നെ എങ്ങനെയൊക്കെ ആയിരുന്നു അവർ ആദിമ മനുഷ്യർ ഈ മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്? എർത്തൺ പോട്ടറി ബാസ്ക്കറ്റ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്സ് ബാഗ് മെയ്ഡ് ഓഫ് ആനിമൽ സ്കിന്ന് എന്ന് വെച്ചാൽ എന്താ? എർത്തൺ പോട്ടറി എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? മൺപാത്രങ്ങൾ അല്ലെ. എർത്തൺ പോട്ടറി ബാസ്ക്കറ്റ് മെയ്ഡ് ഓഫ് ബാംബൂ, പിന്നെ ഈറകൾ കൊണ്ട് നിർമ്മിച്ച മൺപാത്രങ്ങൾ ഉണ്ടായിരുന്നു. മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികളുണ്ട്, ആനിമൽ സ്കിന്നിൻ്റെ കേട്ടോ, ആനിമലിൻ്റെ സ്കിന്നുണ്ടല്ലോ അതിൻ്റെ തൊലി എടുത്തുകൊണ്ട് നിർമ്മിച്ച സഞ്ചികളും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷുകാർ അത് എഴുതിയെടുക്കണേ. മലയാളം നോക്കിക്കേ, ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്തെല്ലാം എന്നായിരുന്നു ചോദ്യം. ഏതാ? കമ്പ്, കല്ല്, എല്ല്, കൊമ്പ്, ഇതൊക്കെ ഏതൊരു 3 എടുത്തിട്ട് തുടങ്ങിയവയെന്ന് എഴുതിയാൽ മതി കേട്ടോ. ഈ ഉപകരണങ്ങൾ സഹായമായത് എങ്ങനെയായിരുന്നു? മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാനായിരുന്നു അവർ ഈ ഉപകരണങ്ങൾ സഹായകമായത്. ആദ്യമ മനുഷ്യൻ മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്? മൺപാത്രങ്ങള്, കാണാൻ പറ്റുന്നുണ്ടോ? മൺപാത്രങ്ങള്, ഈറകൾ കൊണ്ട് നിർമ്മിച്ച മൺപാത്രങ്ങള്, മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികള്, ഇതൊക്കെയായിരുന്നു. 1, 2, 3 ഈ ചോദ്യം കണ്ടോ, 3 അതിൻ്റെ ആൻസർ എഴുതുന്നത് നമ്പർ തിരിഞ്ഞു പോകരുത് കേട്ടോ. ആക്ടിവിറ്റി 1 എന്ന് ഇട്ടിട്ട് അപ്പം ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതിയെടുക്കണം, മലയാളംകാർ മലയാളവും എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ നിങ്ങളെ. ആക്ടിവിറ്റി 2 അല്ലെങ്കിൽ പ്രവർത്തനം 2. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് ആസ് ക്ലോത്തിങ്? വേർ ടു യൂസേജ് ഓഫ് ക്ലോത്തിങ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായിട്ട് പിന്നെ ഉപയോഗിച്ചിരുന്നത്? ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യർ ഹ്യൂമൻ യൂസ്ഡ് ക്ലോത്തിങ്? ഏതൊക്കെയാ? ബാർക്ക് ഓഫ് ട്രീസ് അല്ലേ, മരവുരി, ഇവിടെ ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട്. ബാർക്ക് ഓഫ് ട്രീസ്, ലീവ്സ്, ഗ്രാസ്, സ്കിൻ ഓഫ് ആനിമൽസ്. മരവുരി അല്ലെങ്കിൽ മരവുരി എന്ന് വെച്ചാൽ മരത്തിൻ്റെ ആ തൊലി, മരത്തിൻ്റെ ഇല, മൃഗങ്ങളുടെ തോല് എന്നിവയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. യൂസേജ് ഓഫ് ക്ലോത്തിങ്, ഈ ക്ലോത്തിങ് കൊണ്ടുള്ള അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതാൻ. യൂസേജ് ഓഫ് ക്ലോത്തിങ് എന്തൊക്കെയാ? തണുപ്പിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു, പ്രാണികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു, ചൂടിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു ഇല്ലേ. പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹോട്ട്, പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്. ഇതൊക്കെ നമ്മൾ 1ാം ക്ലാസ് 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് നിങ്ങളെ, എന്നാലും ഒന്നുകൂടെ പറഞ്ഞതാണ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. അപ്പം രണ്ടാമത്തെ ആക്ടിവിറ്റി ഓക്കെ ആണോ? എന്താണെന്ന് 2 ചോദ്യമുണ്ട്, 2 ആൻസർ ഉണ്ട്. അവിടെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് കണ്ടോ. ഇത് നമ്മൾ പറഞ്ഞത് മനസ്സിലായല്ലോ. അടുത്ത ആക്ടിവിറ്റി
ആക്ടിവിറ്റി 3 പ്രവർത്തനം 3 വാട്ട് ഈസ് ഇൻകം. ഇൻകം ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? നിങ്ങൾ ഏതോ മറന്നുപോയോ? വാട്ട് ഈസ് ഇൻകം? വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി? അത് ടീച്ചിങ്, ഡ്രോയിങ്, ഇൻഡോർ ഗെയിം ഓപ്ഷനാണ്. ഇതിനകത്തിൽ ഏതാണെന്ന് നോക്കൂ നിങ്ങളെ. ഒന്നാമത്തെ വാട്ട് ഈസ് ഇൻകം, എന്താണ് വരുമാനം? ഒന്നാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ഇൻകം? ഇൻകം ഈസ് എ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്താ? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി, ഇത് എഴുതിയെടുക്കണേ നിങ്ങൾ, ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. എന്താണ് വരുമാനം? ഇൻകം എന്നാൽ എന്താണ്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി? ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലം നമുക്ക് കിട്ടുന്നത്? ടീച്ചിങ് ആണോ, ഡ്രോയിങ് ആണോ, ഇൻഡോർ ഗെയിം ആണോ? പ്രതിഫലം കിട്ടുന്നത് എന്തോത്തിനാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഏതിനാണെന്നാ? ഏതിനാവും നിങ്ങളെ? ടീച്ചിങ് ആണ് അല്ലേ? പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്താ സാലറി കിട്ടുന്നുണ്ട്. അതാണ് അധ്യാപനം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ ആണല്ലോ? 3 എഴുതിയെടുക്കണേ, നോക്കിയിരിക്കല്ലേ, എഴുതിയെടുക്കണേ. അടുത്ത നമ്മൾ ആക്ടിവിറ്റി വെച്ചാൽ പഠിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഒരു 10 ആക്ടിവിറ്റി തന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 8 എഴുതാൻ ചോദിക്കും. അതല്ലെങ്കിൽ 8 ആക്ടിവിറ്റി ചോദിച്ചിട്ട് 6 എഴുതാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ആക്ടിവിറ്റി 4 അല്ലെ പ്രവർത്തനം 4. റൈറ്റ് ഡൗൺ 1 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രൈസസ്. ഗിവ് 2 എക്സാമ്പിൾ ഓഫ് സെൽഫ് എംപ്ലോയിഡ് സ്കീം. എന്താണ്? 1 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് എൻ്റർപ്രൈസ്. സെൽഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ ഒരു ഒരെണ്ണമായി ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 1 ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവിശേഷത എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ സെൽഫ് എംപ്ലോയിഡ് സ്കീമുകൾ, സ്കീമെന്ന് വെച്ചാൽ പദ്ധതി എന്നാവും നിങ്ങളെ. സെൽഫ് എംപ്ലോയിഡ് സ്കീം, അതിന് ഗീവ് 2 എക്സാമ്പിളും എഴുതാൻ. ഒരു ക്യാരക്ടറിസ്റ്റിക്സും എഴുതണം, 2 എക്സാമ്പിളും എഴുതണം. നോക്കിക്കേ, ഒന്നാമത്തെ, ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. എന്താ നിങ്ങളെ? മറ്റൊരാളെ ആശ്രയിക്കാതെ, ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻറ്റ്. മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. ഇനി 2 എക്സാമ്പിൾ പറയാൻ. സ്വയം തൊഴിലുള്ള 2 എക്സാമ്പിൾ എന്താ നിങ്ങളെ? ബാഗ് മേക്കിങ്, ബാഗ് നിർമ്മിക്കുന്നു. ടൈലറിങ് അല്ലേ? തയ്യൽ എന്ന് പറയുന്നത് എന്താ? തുണി നെയ്ത്തുന്ന അല്ലേ? തയ്യൽ. അപ്പം അങ്ങനെ പറഞ്ഞാലും മതി അല്ലേ? നോക്കിക്കേ, 2 ആ 2 ഇംഗ്ലീഷിൻ്റെ ആൻസർ കണ്ടോ? മലയാളത്തിൻ്റെ ആൻസർ കണ്ടോ നിങ്ങളെ? മലയാളംകാരും മലയാളം മീഡിയക്കാരും മലയാളത്തിൽ എഴുതിയെടുക്കണേ. അടുത്ത ആക്ടിവിറ്റി 5. ചർക്ക ബിക്കെയിം എ സിംബൽ ഓഫ് ഡാഷ്. ഖാദി ബിക്കം എ സിംബൽ ഓഫ് ഡാഷ്. ദ സ്വദേശി മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ഡാഷ്. ദ ഖാദി മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ഡാഷ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഗസ്റ്റ് 7? ചർക്ക ബിക്കം എ, ചർക്ക എന്തിൻ്റെ സിംബലാവും നിങ്ങളെ? സ്വദേശി മൂവ്മെൻറ്റ് കേട്ടോ. ഇതൊക്കെ പഠിക്കണേ. സ്വദേശി മൂവ്മെൻറ്റ്. ഖാദി ബിക്കം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം. പറയാനറിയണേ, പാട്രിയോട്ടിസം. സ്വദേശി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1905 ഓഗസ്റ്റ് 7 ഇനി ഖാദി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1918 1918 അല്ലേ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഗസ്റ്റ് 7? ഓഗസ്റ്റ് 7 പ്രത്യേകത എന്താണ്? നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. നാഷണൽ ഹാൻഡ്ലൂം ഡേ ആണ്. ഇംഗ്ലീഷുകാരുടെ കിട്ടിയല്ലോ. ക്വസ്റ്റ്യനും ആൻസറും എഴുതിയെടുക്കണേ. നോക്കിയിരിക്കല്ലേ നിങ്ങൾ എഴുതിയെടുക്കണേ കേട്ടോ. ചിലവരിങ്ങനെ നോക്കിയിരുന്നാൽ എനിക്ക് എല്ലാം അറിയാം അല്ലേ? എനിക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അറിയാമെന്നൊക്കെ പറയുന്നെങ്കിലും എന്താണെന്നറിയോ, നമുക്ക് എടുത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ അതിന് മുമ്പേ 1-2 വട്ടമൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ മറന്നു പോകത്തില്ല കേട്ടോ. അതിനാണ് ഈ എഴുതിയെടുക്കുക എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മലയാളം മീഡിയക്കാർ നോക്കിക്കേ. സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം, സിംബൽ എന്ന് വെച്ചാൽ പ്രതീകം എന്താണ്? ചർക്കയാണ് കേട്ടോ. ചക്കയല്ലേ? ചക്കയാണ്. ദേശാഭിമാനത്തിൻ
മാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത് ഖാദി വസ്ത്രത്തെയാണെന്നാണ് പറയുന്നത്. മലയാളം മീഡിയത്തിനാണ് ഖാദി വസ്ത്രം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7-നാണ്. ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് 1918-നാണ്. ഓഗസ്റ്റ് 7-ന്റെ പ്രത്യേകത എന്താണ്? എന്താ? ദേശീയ കൈത്തറി ദിനം. ഇംഗ്ലീഷ് ആയിരുന്നു മുമ്പ് പറഞ്ഞത്, ഇത് മലയാളമാണ് കേട്ടോ. അവനവൻ്റെ എഴുതിയെടുക്കണേ നിങ്ങളെ. അടുത്ത ആക്ടിവിറ്റി 6. ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ട് ഫാമിംഗ്? വിച്ച് വെയർ ദ ഫസ്റ്റ് ക്രോപ്പ് കൾട്ടിവേറ്റഡ് ബൈ ഹ്യൂമൻസ്? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ നിങ്ങളെ. എന്താ? ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ട് ഫാമിങ്? എന്തായിരുന്നു? ഇതിൻ്റെ മലയാളം മീഡിയക്കാർക്കും ഉണ്ട്, പേടിക്കണ്ട കേട്ടോ. വേണ്ടേ മലയാളം നോക്കണേ. അതായത് ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻ സ്റ്റാർട്ട് ഫാമിംഗ്? ആദിമ മനുഷ്യൻ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്? ഫാമിംഗ് ആണ് കൃഷി ആരംഭിച്ചത്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ്. വേർ വാസ് ദ ഫസ്റ്റ് ക്രോപ്പ് കൾട്ടിവേറ്റഡ് ബൈ ഹ്യൂമൻ? മനുഷ്യർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതെല്ലാമായിരുന്നു? മനുഷ്യൻ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതെല്ലാമായിരുന്നു? ഓക്കെ, നിങ്ങളെ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കിക്കേ. ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് thinking about agriculture when they noticed seedling sprouting from discarded food items അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഈ വലിച്ചെറിഞ്ഞ വസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു പൊങ്ങുന്നത് ശ്രദ്ധിച്ച ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. എന്താ നിങ്ങളെ ഇംഗ്ലീഷ് കണ്ടോ? ഈ ഇംഗ്ലീഷിൻ്റെ മലയാളമാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് പഠിക്കാനും കൂടാണ്. അതുപോലെ മലയാളം മീഡിയക്കാർക്കും. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു പൊങ്ങുന്നത് ശ്രദ്ധിച്ച ഈ ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി. പിന്നോ ഇഫ് ദി സീഡ്സ് വെയർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് ദെൻ ദേ വുഡ് ഡ്രൈ ഔട്ട് അല്ലേ? ഈ പുട്ട് ഇൻ വാട്ടർ ദേ വുഡ് ഗെറ്റ് റൊട്ടൻ. ROTTEN റൊട്ടൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അഴുകി പോവുക എന്ന് പറയും അല്ലേ? ചീഞ്ഞു പോവുക, അഴുകി പോവുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹൗഎവർ ഹ്യൂമൻസ് ലേൺഡ് ദാറ്റ് സീഡ് ജെർമിനേറ്റ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ. ദസ് കൾട്ടിവേഷൻ ക്രോപ്പ് സ്റ്റാർട്ടഡ്. ഇവരെങ്ങനെയാണ് കൃഷി തുടങ്ങിയെന്ന? എങ്ങനെയാവും നിങ്ങളെ? വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു പൊങ്ങുന്നത് ശ്രദ്ധിച്ച ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പിന്നോ പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുമെന്നും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്തിട്ടാൽ മുളയ്ക്കുമെന്നും അവര് മനസ്സിലാക്കി. ഈ സെന്റൻസ് നോക്കണേ. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുമെന്ന് അവർക്ക് മനസ്സിലായി. പിന്നോ വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകുമെന്നും മനസ്സിലായി. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്തിട്ടാൽ മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ എന്ത് ചെയ്തു? കൃഷി ആരംഭിച്ചു. ഇംഗ്ലീഷുകാർ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? ദീസ് കൾട്ടിവേഷൻ ക്രോപ്പ് അങ്ങനെ അവർ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, ആരംഭിച്ചു. ഇനി അവരോട് ചോദിച്ച ചോദ്യം, വിച്ച് വെയർ ദ ഫസ്റ്റ് ക്രോപ്പ് കൾട്ടിവേറ്റഡ് ബൈ ഹ്യൂമൻ? ഏതൊക്കെയായിരുന്നു മനുഷ്യർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ? വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, പിന്നെ ട്യൂബേഴ്സ്. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന 2-3 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി. ഏതൊക്കെയാണ് നിങ്ങളെ? ബാർലി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയായിരുന്നു അവർ ആദ്യമേ കൃഷി ചെയ്ത് തുടങ്ങിയത്. ഓക്കെ ആണോ? ആണല്ലോ. അടുത്ത ഇനി നമ്മുടെ അടുത്ത് ചോദിക്കും, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമുകൾ ഏതെല്ലാമാണ്? ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം. 7ാമത്തെ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഈ ഓരോ ആക്ടിവിറ്റി പഠിക്കുമ്പോൾ അത് പഠിച്ച് പോണേ കുഞ്ഞുങ്ങളെ. ഞാൻ ഈ ഇത്രയും മെനക്കെട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾ പഠിക്കുന്നവർക്ക് ഞാൻ കുറേ പേര് എനിക്കറിയാൻ ഞാൻ കണ്ടു. നിങ്ങളെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു. ഞാൻ തരുന്ന നോട്ടുകൾ നല്ലപോലെ പഠിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഞാനിന്ന് എഴുതി നമ്മൾ പറയുന്ന പോലെയല്ല, കുറേ സമയം എടുക്കും കേട്ടോ. ഇതിരുന്ന് മലയാളത്തിലെ ഇംഗ്ലീഷിലും ഒക്കെ മാറ്റിയിരുന്ന് എഴുതി പേപ്പറിലൊക്കെ എഴുതി തയ്യാറാക്കണ്ടേ. അപ്പം നിങ്ങളും കൂടെ അത് ഓർത്തോണം. അപ്പം ഇത്രയും റിസ്ക് എടുത്താണ് നിങ്ങൾക്ക് ഞാനിത് എഴുതി തരുന്നത്. അപ്പം നിങ്ങളത് പഠിക്കണം കേട്ടോ. നമുക്ക് ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇതുവരെയുള്ളത് അങ്ങ് പോട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക കേട്ടോ. രാത്രിയിലൊക്കെ ഒരു 7 മണി തൊട്ട് ഒരു 9:30-10 മണി വരെയൊക്കെ ഇരിക്കണേ. അപ്പം നോക്കിയേ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം
പിന്നെ അതിൻ്റെ ബെനിഫിഷ്യറീസുകൾ. സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം എന്ന് വെച്ചാൽ എന്താ, എല്ലാത്തിൻ്റെയും ഞാൻ മലയാളം ഇംഗ്ലീഷും നോക്കൂ നിങ്ങളെ. അതായത് സ്വയം തൊഴിൽ പദ്ധതികൾ ഏതെല്ലാം, ഇത് ഫില്ലപ്പായിട്ടോ അല്ലെങ്കിൽ എന്താ മാച്ച് ദ ഫോളോയിങ്ങും ഒക്കെ ചോദിക്കുന്നതാണ്. എന്താ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം എന്ന് വെച്ചാൽ ഒന്നാമത്തെ നോക്കിയേ, നവജീവൻ പ്രോജക്റ്റ്, കൈവല്യ, ശരണ്യ, ജീവനം കേട്ടോ. ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്, നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. നവജീവനം പ്രോജക്റ്റ്, കൈവല്യ, ശരണ്യ, ജീവനം. ഇനി അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, ബെനിഫിഷ്യറീസുകൾ ആരൊക്കെയാണ്, ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഇപ്പം നവജീവനം പ്രോജക്റ്റ് എന്ന് വെച്ചാൽ സീനിയർ സിറ്റിസണിനുള്ളതാണ്. ആർക്കാ നിങ്ങളെ, സീനിയർ സിറ്റിസണിനുള്ളതാണ്. പിന്നെ കൈവല്യ എന്ന് പറയുന്നതോ, കൈവല്യ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസുകൾ എന്ന് വെച്ചാൽ എന്താ, ഭിന്നശേഷിക്കാർ, എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് അംഗവൈകല്യമുള്ള ആൾക്കാർ അല്ലേ. ശരണ്യ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ളതാണ്, വുമൺ. ജീവനം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓഫ് ദോസ് ഹൂ ഡൈ ഡ്യൂ ടു ക്രൈം എന്ന് വെച്ചാൽ കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഇരയായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ഇംഗ്ലീഷ് അങ്ങ് എഴുതണ്ടേ നിങ്ങളെ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മലയാളമാണ് ദണ്ടിത് കണ്ടോ. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ജീവനം എന്ന എന്താ പദ്ധതി കേട്ടോ. ഇതെല്ലാം ഓരോ പദ്ധതികളാണ്, നല്ലപോലെ പഠിക്കണേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നോക്കിയതായിരുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ടെസ്റ്റിൽ കിടപ്പുണ്ടോ നിങ്ങളെ, ഞാൻ ലാസ്റ്റിൽ ഞാനത് വേണമെങ്കിൽ പറഞ്ഞുതരാം അറിയാൻ വയ്യാത്തവർക്ക്. നവജീവൻ പദ്ധതി എന്ന് വെച്ചാൽ മുതിർന്ന പൗരന്മാർക്കാണ്. മുതിർന്ന പൗരൻ എന്ന് വെച്ചാൽ എന്താണ്, സീനിയർ സിറ്റിസൺ ആണ്. പിന്നെ കൈവല്യ എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർ, ശരണ്യ എന്ന് വെച്ചാൽ വനിതകൾക്കുള്ളതാണ്. ജീവനം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ളതാണ് കേട്ടോ. ഇംഗ്ലീഷ് കണ്ടോ, നവജീവൻ പ്രോജക്റ്റ് സീനിയർ സിറ്റിസൺ. ഇത് തിരിച്ച് മറിച്ചു വിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ, ഷഫിൾ ചെയ്തിടും. എന്നിട്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ഇമ്പോർട്ടൻറ്റ് നല്ല ക്വസ്റ്റ്യനുകളാണ് അതിനകത്ത് അല്ലേ. കൈവല്യ എന്ന് വെച്ചാൽ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, ശരണ്യ വുമണ്, ജീവനം എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസ് ഓഫ് ദോസ് ഹൂ ഡൈ ഡ്യൂ ടു ക്രൈം. ഓക്കെ, അടുത്ത എട്ടാമത്തെ നോക്കിക്കേ. പ്രവർത്തനം 8, അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞങ്ങളെ? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെയായിരുന്നേ? കൾട്ടിവേഷൻ ഓഫ് റൈസ്, കാറ്റൽ റെയറിങ്, ഫിസിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, വെജിറ്റബിൾ കൾട്ടിവേഷൻ, ഇവയെല്ലാം എന്താ വരുന്ന അഗ്രികൾച്ചർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം വരുന്നത് ഏതൊക്കെയാ? കൾട്ടിവേഷൻ ഓഫ് റൈസ്, കാറ്റൽ റിയറിങ്, ഫിസിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, പിന്നെ വെജിറ്റബിൾ കൾട്ടിവേഷൻ, ഇതെല്ലാം അഗ്രികൾച്ചറിൽ വരുന്നതാണ്. എന്നാൽ നോൺ അഗ്രികൾച്ചർ അല്ലാത്ത ഏതൊക്കെയാണ് നിങ്ങളെ? ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, സൂപ്പർവൈസിങ്, ഇതെല്ലാം എന്താണ്? സൂപ്പർവൈസർ, ഇതെല്ലാം എന്ത് വരുന്നതാണ്? നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ കാർഷിക തൊഴിലും കാർഷികേതര തൊഴിലുകളും കേട്ടോ. കാർഷിക തൊഴിലാണ് നെൽകൃഷി, പച്ചക്കറി കൃഷി, പട്ടുനൂൽ കൃഷി, കന്നുകാലി വളർത്തൽ, ഇതെല്ലാം എന്താണ്? അഗ്രികൾച്ചറിൽ വരുന്നതാണ്. കച്ചവടം, ബിസിനസ്, ബാങ്കിങ്, ഗതാഗതം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അതെല്ലാം എന്താണ്? കാർഷികേതര തൊഴിലാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ എഴുതിയെടുത്തത്. അപ്പോൾ ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 4, ഇതിൻ്റെയൊക്കെ ചോദ്യം വേറെ പല രീതിയിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്താണെന്ന് ആൻസർ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ഏത് രീതിയിൽ ചോദിച്ചാലും, ഇപ്പോൾ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റിനെ ബേസ് ചെയ്ത് എന്ത് ചോദിച്ചാലും അഗ്രികൾച്ചറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞെങ്കിൽ നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്ത് എഴുതാൻ പറ്റും അല്ലേ. നോൺ അഗ്രികൾച്ചർ ഓക്കെ ആണോ? 8 പറഞ്ഞു. ഞാനത് അർബനും റൂറലും ഒക്കെ ഓർമ്മയുണ്ട്. ഒന്നാമത്തെ പീലീസിൻ്റെ പാഠത്തിലെയാണ്. ഞാനതെല്ലാം ഒന്നും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട്. അർബൻ ലൈഫും റൂറൽ ലൈഫും കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് മോർ ആയിരിക്കും, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഈസ് മോർ ആയിരിക്കും, യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ദേ ഡിനോട്ട് ഗീവ് നെയ്ബർഹുഡ് റിലേഷൻസ്. ഇവിടെ പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആയിരിക്കും, കീപ്പ് റിലേഷൻസ്, കൾട്ടിവേറ്റ് ദെയർ ഓൺ ഫുഡ്, അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഒക്കുപ്പേഷൻ. ഏതിലാണ്? റൂറൽ ലൈഫിൽ. എന്നാൽ അർബൻ ലൈഫിൽ, ഇത് മലയാളം ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണേ. ഗ്രാമജീവിതവും നഗരജീവിതവും തമ്മിലുള്ള വ്യത്യാസം, ഗ്രാമവും നഗരവും അവരുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ എഴുതാൻ ചോദിക്കും. ഒന്നാമത്തെ പാഠത്തിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ കാണത്തുള്ളൂ. ഇനി നമ്മുടെ വരുമാന സ്രോതസ്സുകൾ എന്തെല്ലാമാണ്?
നമ്മുടെ സോഴ്സസ് ഓഫ് ഇൻകം, ഏതൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. വരുമാന സ്രോതസ്സുകൾ നമുക്ക് കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ദിവസവേതനം, മൃഗപരിപാലനം, ഇതെല്ലാം നമുക്ക് നമുക്ക് ദിവസവും വരുമാനം കിട്ടുന്നത് അല്ലെ. കൃഷിയിലൂടെ നമുക്ക് ദിവസവും വരുമാനം കിട്ടുന്നുണ്ട് അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. മൃഗപരിപാലനം, ഇപ്പൊ പശുവോ ആടോ അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ അതിൻ്റെയൊക്കെ പാല് പാലൊക്കെ കിട്ടത്തില്ലേ. അപ്പൊ അതൊക്കെ നമുക്കൊരു വരുമാനമാണ് അല്ലെ. അഗ്രികൾച്ചർ, ബിസിനസ്, ബാങ്ക് ഡിപ്പോസിറ്റ്. ഈ ബാങ്ക് ഡിപ്പോസിറ്റ് എന്തിനാ പറയുന്നത് അറിയാമോ നിങ്ങൾ? നമ്മളിപ്പോൾ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും, അതിന്റെ പലിശ കിട്ടുമെന്ന് പറയും. അപ്പൊ അത് നമുക്ക് ഓരോ മാസവും കൂടുതൽ പൈസ ബാങ്കിലുണ്ടെങ്കിൽ അതിന്റെ പലിശ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വരുമാനമാണ്. ഡെയിലി വേജസ്. ആനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ എന്താ? ആനിമലിന്റെ ഭർത്താവ് എന്നാണോ? ആനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ മൃഗപരിപാലനം എന്നാണ് കേട്ടോ. ഇത് തെറ്റിപ്പോലെ, ആനിമൽ ഹസ്ബൻഡറി. അപ്പോൾ ഈ കുറച്ചുണ്ടോ നിങ്ങളെ? അപ്പം ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ അതോ ചുമ്മാ അത് നോക്കിയിരിക്കുന്നേ ഉള്ളോ? ഞാൻ ഈ പഠിപ്പിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലാതാ നിങ്ങൾ ഇത് എഴുതുന്നുണ്ടോ അതോ വെറുതെ നോക്കിയിരിക്കുന്നതേ ഉള്ളോ എന്നായിരുന്നു കേട്ടോ. നോക്കിക്കേ, വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. വാട്ട് വെയർ ദ ഫസ്റ്റ് ആനിമൽസ് ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോർ ഫുഡ്? ഏതായിരുന്നു? ഗോട്ടും ഷിപ്പുമാണ് കേട്ടോ. ഗോട്ടും ഷിപ്പും. വിച്ച് ആനിമൽസ് വാസ് ദ ഫസ്റ്റ് ടു അഡാപ്റ്റ് ടു ഹ്യൂമൻസ്? ആരെയായിരുന്നു? ഡോഗിനെ ആയിരുന്നു. റൈറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേണിംഗ് പോയിന്റ് ഓഫ് ദ ഹ്യൂമൻ ഹിസ്റ്ററി. ഹ്യൂമൻ ഹിസ്റ്ററിയിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? ഡിസ്കവറി ഓഫ് വീല് കണ്ടുപിടിച്ച, ചക്രം കണ്ടുപിടിച്ചതാണ്. പേടിക്കേണ്ട നിങ്ങൾ, ഇതെല്ലാം മലയാളവും ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ. റൈറ്റ് ഫ്രം വിച്ച് കൺട്രീസ് ദ ഫോളോയിങ് ഫുഡ് ക്രോപ്പ് കെയിം ടു ഇന്ത്യ? ഇന്ത്യയിലോട്ട് വന്ന ഏതൊക്കെ ക്രോപ്സുകളാണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്? ഗുവ. എവിടുന്ന് കൊണ്ടുവന്ന? മെക്സിക്കോ. പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിൾ അമേരിക്കയിൽ നിന്ന്. കാഷ്യൂനട്ട് അല്ലെ ടപ്പിയോക്ക, ഇതൊക്കെ ബ്രസീല്. പൊട്ടാറ്റോ അമേരിക്ക. ഈ സ്ഥലപ്പേര് ഓർത്തോണേ. ഗുവ, മെക്സിക്കോ, പപ്പായ, പൈനാപ്പിൾ അമേരിക്ക, കാഷ്യൂനട്ട്, ടപ്പിയോക്ക ബ്രസീല്, പൊട്ടാറ്റോ അമേരിക്ക. എന്താണ് എംപ്ലോയ്മെന്റ് എന്നാൽ? എന്താണ്? തൊഴിൽ. എംപ്ലോയ്മെന്റ് ഈസ് ദ വർക്ക്. പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയെടുത്താണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇന്റലക്ച്വലി ഫോർ ഇൻകം. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ, ഫിസിക്കലി കായികമായോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ്, പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത് കേട്ടോ. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ പ്രവർത്തനമാണ് തൊഴിൽ. ഓക്കെ, ഇത്രയും വൺ വേർഡ് ആണ്. ഞാൻ വൺ വേർഡ് അല്ല, ആക്ടിവിറ്റി ആയിട്ട് ഞാനിപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് ആ 1 മുതലുള്ള പാഠം ഒന്ന് ഓടിച്ചിട്ട് നോക്കാം നിങ്ങളെ. നമ്മൾ ഈ നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടി ഇത് പെട്ടെന്ന് അവരങ്ങ് എഴുതിയെടുത്തോണം കേട്ടോ. ഞാൻ എളുപ്പം വായിച്ചു പോകുന്നുണ്ട്. ഏത് നോട്ടാണോ നിങ്ങൾക്ക് കിട്ടാത്തത് അത് നിങ്ങൾ അവിടെ വെച്ച് പോസ് ചെയ്തിട്ടിട്ട് എഴുതിയെടുക്കണം കേട്ടോ. കിട്ടാത്തവർ ഇത് എൻ്റെ നോട്ട് നേരത്തെ എഴുതിയവർ ഇത് കണ്ടു നോക്കണേ. പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ്. പീലിയുടെ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പീലീസ് വില്ലേജ്. ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. എ വില്ലേജ് വാസ് ഹിൽസ്, ഫുഡ് ഹിൽസ് ആൻഡ് എ സ്മാൾ റിവർ ആൻഡ് ഓൺലി സ്മാൾ ബിൽഡിങ്. മനോഹരമായ ഗ്രാമമാണ്. അതുപോലെ കുന്നുകളും അടിവാരങ്ങളും ചെറിയ പുഴയും മറ്റുമുള്ള ഒരു ഗ്രാമമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളുകളുടെ ഗ്രാമമാണ്. സുന്ദരമായ ഗ്രാമമാണ്. ചെറിയ ചെറിയ കെട്ടിടങ്ങൾ മാത്രമുള്ള ഗ്രാമമാണ്. മലയാളംകാർക്ക് എഴുതാൻ ഒരുപാടുണ്ട് അല്ലേ. നമ്മുടെ ആ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ എഴുതിക്കോണം. ഇംഗ്ലീഷുകാരും എഴുതിക്കോണം. എന്തൊക്കെ അറിയാമോ അതെല്ലാം അങ്ങ് എഴുതിക്കോണം. പീലീസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. എ വില്ലേജ് വിത്ത് ഹിൽസ്, ഫുഡ് ഹിൽസ് ആൻഡ് എ സ്മാൾ റിവർ ആൻഡ് ഓൺലി സ്മാൾ ബിൽഡിങ്. മലയാളംകാരും മലയാളം ഇംഗ്ലീഷ് എഴുതണേ. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് അർബൻ ആൻഡ് റൂറൽ ലൈഫ്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ അർബൻ ലൈഫും റൂറൽ ലൈഫും ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മലയാളം തരാമെന്ന്. നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് മോർ. അവരുടെ ജീവിത ചിലവ് കൂടുതലാണ്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഈസ് മോർ. പരിസ്ഥിതി മലിനീകരണം അവർക്ക് കൂടുതലാണ്. യൂസ്ഡ് മോഡേൺ ടെക്നോളജി. ആധുനിക സാങ്കേതിക വിദ്യകൾ അവർ ഉപയോഗിക്കുന്നു. പിന്നാലെ ഗ്രാമപ്രദേശങ്ങളിലോ റൂറലിലോ പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്. അതായത് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ്. കീപ്പ് റിലേഷൻസ്. ജനങ്ങൾ ഇടപഴകി ജീവിക്കുന്നുണ്ട്. ജനങ്ങൾ ഇടപഴകി, ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ അങ്ങനല്ലേ, ജനങ്ങൾ ഇടപഴകിയാണ് ജീവിക്കുന്നത്. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഒക്കുപ്പേഷൻ. കൃഷിയാണ് അവരുടെ പ്രധാന തൊഴിൽ. ഇത് ഞാനിപ്പോൾ പറയുന്നത് ഇതുവരെ നോട്ട് കിട്ടാത്തവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ. ഇതുവരെ നോട്ട് കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അടുത്ത നോക്കിക്കേ,
കുഞ്ഞുങ്ങളെ റൂറൽ ഏരിയയും അർബൻ ഏരിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ കുഞ്ഞുങ്ങളെ, റൂറൽ ഏരിയ മറ്റേ എന്താ പറഞ്ഞത്, അർബൻ ലൈഫും അവരുടെ ജീവിത രീതിയാണ്. തിരിഞ്ഞു പോകല്ലേ, അർബൻ ലൈഫും റൂറൽ ലൈഫും തമ്മിലുള്ളതാണ്. ഇത് പോസ് ചെയ്തിട്ടിട്ട് തിരിഞ്ഞു പോകൽ എഴുതിയെടുക്കണേ, പോസ് ചെയ്തിടണേ, അല്ലെ മ്യൂട്ട് ചെയ്തിട്ടിട്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഇത് അവരുടെ ലൈഫാണ്. എന്നാൽ റൂറൽ ഏരിയയും അർബൻ ഏരിയയും തമ്മിലുള്ള വ്യത്യാസം, ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അല്ലെ, ലളിത ജീവിതമായിരിക്കും. എന്നാലോ ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, തിരക്കേറിയ ആധുനിക ജീവിത രീതിയാണ് അർബൻ ഏരിയയിൽ. ഇനി സ്മാൾ സെറ്റിൽമെന്റ് ആയിരിക്കും, ചെറിയ വാസസ്ഥലങ്ങളാണ് ഏതാ റൂറൽ ഏരിയയിലുള്ളത്, ഗ്രാമങ്ങൾ. റൂറൽ എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലുള്ളത്. എന്നാൽ തിക്കിലി പോപ്പുലേറ്റഡ് ആയിരിക്കും. അർബൻ ആണെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുമായിരിക്കും കേട്ടോ. നഗരങ്ങളിൽ ആൾക്കാർ തിങ്ങിപ്പാർത്തായിരിക്കും ഇരിക്കുന്നത്. ഇനി പീസ്ഫുൾ എൻവിറോൺമെന്റ്, ലെസ് എക്സ്പെൻസീവ്, സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും, കുറഞ്ഞ ജീവിത ചിലവുമായിരിക്കും. ഇവിടെ നഗരങ്ങളിൽ മോർ എക്സ്പെൻസീവാ, ജീവിതത്തിന് ചിലവ് കൂടുതലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ. അപ്പം നിങ്ങൾ റൂറൽ ലൈഫും അർബൻ ലൈഫും അതുപോലെ റൂറൽ ഏരിയയും അർബൻ ഏരിയയും തിരിഞ്ഞു പോകരുത്. അത് നല്ല വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. അതിന് ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കും. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ഇൻ ദ വില്ലേജ്? നാട്ടിൻ പുറത്തെ ആഘോഷങ്ങൾ എന്തെല്ലാം? അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ മതി. നമ്മുടെ നാട്ടിൽ വടംവലി മത്സരങ്ങളുണ്ടെന്നും പല ദേശത്തു നിന്നും ടീമുകൾ എത്തുന്നുണ്ടെന്നും ആ ടീമുകൾ തമ്മിൽ മത്സരം നടത്തുന്നുണ്ടെന്നും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു എന്നും ഇത് നടത്തുന്നതിലൂടെ ചിലവ് നാട്ടുകാരിൽ നിന്നും പിരിച്ചാണ് എടുക്കുന്നതെന്നും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം രീതിയിൽ അത് എഴുതാം കുഞ്ഞുങ്ങളെ. അടുത്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? നമ്മുടെ പീലീസിന്റെ ആ പാഠത്തിനകത്തിലെ ക്വസ്റ്റ്യനാ. ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്? ഇവിടെ നീനു, അപ്പു, വിക്കി, ചമേലി, പീലി എന്നിവർ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ് അല്ലേ. ആരൊക്കെയാ? നീനു, അപ്പു, വിക്കി, ചമേലി, പീലി എന്നിവർ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരാണ്. പീലി ഒരു ഗ്രാമവാസിയാണ്. നമ്മൾ ഗ്രാമത്തെക്കുറിച്ചും നഗരത്തെക്കുറിച്ചും ഇപ്പോൾ പഠിച്ചല്ലോ, അത് പഠിക്കണേ. ഓക്കെ. മറ്റുള്ളവർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു, പക്ഷേ അവർ അടുത്ത കൂട്ടുകാരായി. പീലി കൊണ്ടുവരുന്ന രുചികരമായ ഭക്ഷണങ്ങൾ പരസ്പരം അവർ പങ്കുവച്ചു. അവരുടെ കഥകൾ പരസ്പരം പറഞ്ഞും സഹായിച്ചും അടുത്ത കൂട്ടുകാരായിട്ട് അവർ മാറി എന്നാണ് പറയുന്നത്. ഇത് മലയാളംകാരെ എഴുതിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇംഗ്ലീഷുകാർ നോക്കൂ നിങ്ങളെ. ദേ കെയിം ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, അവർ പല ബാക്ക്ഗ്രൗണ്ട് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നവരാണ്. പീലി ഈസ് എ വില്ലേജർ ബട്ട് ദേ ബിക്കം ക്ലോസ് ഫ്രണ്ട്സ്. പീലി ഒരു ഗ്രാമവാസിയാണ്, പക്ഷെ അവരെന്താ എല്ലാവരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ് അല്ലേ. ഡിലീഷ്യസ് ഫുഡ് ബ്രോട്ട് ബൈ പീലി വാസ് ഷെയർഡ് വിത്ത് ഈച്ച് അതർ. നല്ല രുചികരമായ നല്ല ഫുഡാണ് ഈ പീലി കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാവർക്കും അത് കൊടുക്കുകയും ചെയ്യുന്നു. ദേ ഹെൽപ്ഡ് ഈച്ച് അതർ ബൈ ടെല്ലിങ് ദെയർ സ്റ്റോറീസ് ആൻഡ് ബിക്കം ക്ലോസ് ഫ്രണ്ട്സ്. ഇനി അവരുടെ കഥകളൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലേ കുട്ടികളൊക്കെ എല്ലാവരും ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും സഹായിച്ചും ഒക്കെ അവരെന്താണ് ക്ലോസ് ഫ്രണ്ട്സ് ആയ നല്ല കൂട്ടുകാരായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ആ 5 ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കണേ. ഇനി നിങ്ങളുടെ ഒരു പ്രൊഫൈൽ എഴുതാൻ ചോദിക്കും, ഒരു ജീവിതചരിത്രക്കുറിപ്പ് പോലെ ഒരെണ്ണം എഴുതാൻ ചോദിക്കുക അല്ലേ. അപ്പം നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ എവിടെ നിന്ന് വരുന്നു, എത്രാം ക്ലാസ്സിലാണ്, അച്ഛൻ്റെ ജോലി എന്താ, അമ്മയുടെ ജോലി എന്താ, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ റഫായിട്ട് എഴുതി വെക്കണം കേട്ടോ. എന്തെങ്കിലും എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും പേരും ഒക്കെ എഴുതി വെക്കണം അത്. ഓക്കെ. അപ്പോൾ ആ പാഠത്തിനകത്തിൽ ഏകദേശം അത്രയൊക്കെ ഉള്ളൂ. അത് വൃത്തിയായിട്ട് പഠിക്കാം. അടുത്ത 2ാമത്തെ പാഠം നോക്കോ നിങ്ങളെ. നോക്കിയേ, 2ാമത്തെ പാഠം ഫുഡ് ആൻഡ് ഹ്യൂമൻ എന്ന് പറയുന്ന പാഠമാണ്. ഭക്ഷണവും മനുഷ്യരും. നോക്കിക്കേ, ഫുഡ് ഡേ എന്നറിയപ്പെടുന്നത്, ഞാൻ സ്പീഡിൽ പറയാം കാരണം ഇത് എഴുതാത്തവർക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ 2-3 വട്ടം ഈ ലിങ്ക് ഇട്ടതാണ്. എഴുതാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഒന്നുകൂടെ പറയുന്നത്. എക്സാം ആണ്, ഇനി ഞാൻ ഈ ലിങ്ക് ഇടത്തില്ല കേട്ടോ, അത് ലാസ്റ്റ് ആണ്. വേൾഡ് ഫുഡ് ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ 16. ഹൗ യു റീഡ് ദ ഡയറി എൻട്രി ഓഫ് ദ സ്റ്റുഡൻസ് നെയിംഡ് സിബി. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻഡ് ഇൻ ദ ഡയറി എൻട്രി. സിബിയുടെ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തെല്ലാമാണ്? ലഡു, ഹൽവ, പായസം, സ്വീറ്റ്, പിക്കിള്, കേക്ക്. ലഡു, ഹൽവ, പായസം, മധുരപലഹാരങ്ങൾ, അച്ചാറുകൾ, കേക്കുകൾ എന്നിവയാണ്. ദ പിക്ചർ ഗീവ് അബൌട്ട് ഇൻഡിക്കേറ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ ദ ഏർലി ഹ്യൂമൻസ്. വാട്ട് ഡീറ്റെയിൽസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിസ് പിക്ചർ അബൌട്ട് ദ ഒബ്റ്റെയിനിങ് ഓഫ് ഫുഡ് ഓഫ് ഏർലി ഹ്യൂമൻസ്?
എന്താ വാട്ട് വെയർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഫുഡ് ഏർലി ഹ്യൂമൻസ്, അതേ ഉള്ളൂ, അതിന് എത്രയും എഴുതില്ല. എന്താ ഡിഫറെൻറ്റ് നിങ്ങൾ ഇത്രയും കേട്ടാൽ മതി. ഏർലി ഹ്യൂമണിൻ്റെ ഡിഫറെൻറ്റ് ഫുഡ് എന്നൊക്കെ കേൾക്കത്തില്ലേ നിങ്ങൾ? ഇത്രയും വലിയ ചോദ്യം കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ ചോദിച്ചാലും എഴുതാനുള്ളതാണ്. ഇങ്ങനെ ചോദിച്ചാലും എഴുതിയാൽ മതി കേട്ടോ. ഈ ഒരു ചോദ്യം നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. ഏർലി ഹ്യൂമൻസിൻ്റെ ഫുഡിനെ കുറിച്ച്. എന്താ ദേ ഗ്യാതേർഡ് ഫുഡ്, 100 animals for food, engaging in fishing, stone and stick were used as weapons, they hunted in group, they shared the food they gathered. ഇംഗ്ലീഷുകാർ കണ്ടോ ഈ 6 ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. വാട്ട് വെയർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ ഏർലി ഹ്യൂമൻസ്. ഓക്കെ ആണോ? നിങ്ങൾ എഴുതിയെടുക്കണേ. ഇത്രയും സമയം തരുന്നത് അത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ എൻ്റെ മലയാളംകാർ നോക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ആദിമ മനുഷ്യർ ഭക്ഷണം നേടിക്കൊടുന്ന വിവിധ രീതികൾ ഏതെല്ലാം? ഏതൊക്കെ രീതിയിലാണ് അവർ ഭക്ഷണം ശേഖരിച്ചിരുന്നു? ഭക്ഷണത്തിനായി മൃഗങ്ങളെ വേട്ടയാടി, മത്സ്യബന്ധനത്തിൽ അവർ ഏർപ്പെട്ടു, കല്ലുകളും കമ്പുകളും ആയുധമായി ഉപയോഗിച്ചു, അവർ കൂട്ടമായിട്ടായിരുന്നു വേട്ടയാടിയത്, അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടായിരുന്നു അവർ കഴിച്ചിരുന്നത്. ഓക്കെ, മലയാളമാണ്. ഇനി വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റംസ് ദേ ഹാഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്? അതായത് വേട്ടയാടിയും, നോക്കിയേ എൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്, വേട്ടയാടിയും ശേഖരണത്തിലൂടെയും അവർ നേടിയ ഭക്ഷണ സാധനങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്തെല്ലാമാ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫിഷസ്, റൂട്ട് ആൻഡ് ട്യൂബേഴ്സ്, എഡിബിൾ ലീവ്സ്, നട്ട്, സീഡ്സ്, ആനിമൽ ഫ്ലഷ്, അല്ലേ? പഴങ്ങളും പച്ചക്കറികളും വേരുകളും കിഴങ്ങുകളും മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ എഡിബിൾ ലീവ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇലകളാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ? ആനിമൽസിൻ്റെ ഫ്ലഷ്, മൃഗത്തിൻ്റെ മാംസം, ഇതെല്ലാം എന്താണ് അവർ ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റയ്ക്ക് കഴിക്കുമല്ല, അവർ കൂട്ടമായിട്ട് എല്ലാവരും കൂടി ഇരുന്നായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ഇനി ഫോർ വാട്ട് പർപ്പസ് ഡിഡ് ആൻഷ്യൻ്റ് മാൻ യൂസ് ഫയർ? പുരാതന മനുഷ്യരെ തീ കണ്ടുപിടിച്ചത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. തീയെ സംബന്ധിച്ചൊരു ചോദ്യം, ഫയർ ഒരു ചോദ്യം കാണും കേട്ടോ. എന്തിനു വേണ്ടിയായിരുന്നു? ടു കുക്ക് ഫുഡ്, പിന്നെ ടു പ്രൊട്ടക്റ്റ് ഫ്രം ആനിമൽസ് അറ്റാക്ക്, ടു ലൈറ്റ് അപ്പ് ദ കേവ്, ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, ഭക്ഷണം പാകം ചെയ്യാനും മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാനും ഗുഹകൾ പ്രകാശിപ്പിക്കാനും തണുപ്പിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും ഒക്കെയായിരുന്നു അവർ തീ കണ്ടുപിടിച്ചത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് പാഠമാണ്. തീയുടെ ഒരു ചോദ്യം എന്തെങ്കിലും കാണും. പുരാതന മനുഷ്യർ തീ കണ്ടുപിടിച്ചത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്? മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. അടുത്ത വാട്ട് വെയർ ദ പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേസ് ടു ഒബ്റ്റെയിൻ ഫുഡ്? എന്തെല്ലാമായിരുന്നു? സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, റൈസ് ഇൻ പോപ്പുലേഷൻസ്, എൻവിറോൺമെൻ്റ് എന്ന് വെച്ചാൽ സ്പെല്ലിങ് ക്ലിയർ ആവാൻ വേണ്ടി എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞത് എൻവയോൺമെൻറ്റ് എന്നാണ് കേട്ടോ. ശരി, ഓക്കെ. എൻവിറോൺമെൻ്റൽ ചേഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ച്, ലാക്ക് ഓഫ് ഫുഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, വൈൽഡ് ഫയർ, ഇതെല്ലാം ആണ് കേട്ടോ. ഇംഗ്ലീഷുകാർ എഴുതിയെടുക്കണേ. എന്താ? വാട്ട് വെയർ ദ പോസിബിൾ കണ്ടീഷൻസ് ദാറ്റ് ഫോഴ്സ്ഡ് ഏർലി ഹ്യൂമൻസ് ഫൈൻഡ് അതർ വേ ടു ഒബ്റ്റെയിൻ ഫുഡ്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദിമ മനുഷ്യർ ഭക്ഷണം ലഭിക്കാൻ മറ്റു വഴികൾ കണ്ടെത്താൻ സാധ്യമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അവർ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുള്ള മാറ്റങ്ങൾ, കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം, ഭക്ഷണ സൗകര്യത്തിൻ്റെ അഭാവം, കാട്ടുതീ, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അടുത്ത വിച്ച് വാസ് ദ ഫസ്റ്റ് ആനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻ? മുമ്പ് ഞാനൊരു ആക്ടിവിറ്റി പ്രോബ്ലം ചോദിച്ചപ്പോഴും അതിനകത്തുള്ള ചോദ്യം ഇത് കണ്ടതാണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് ആനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻ? മനുഷ്യൻ ആദ്യമായി വളർത്തിയ മൃഗത്തിൻ്റെ പേര് ഏത് മൃഗമായിരുന്നു എന്ന്? നായയായിരുന്നു കേട്ടോ. നായ, പട്ടി. വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാർഡ് സെറ്റിംഗ് നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്? എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ കാർഷിക സ്ഥലങ്ങൾക്ക് സമീപം താമസമാക്കിയതിനാൽ അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവർ താമസമാക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന്? ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചറൽ സൈറ്റ്, അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്, സ്റ്റാർട്ടഡ് സോഷ്യൽ ലൈഫ്, ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. എന്താ? ദേ കുഡ് പ്രൊട്ടക്റ്റ് ദ അഗ്രികൾച്ചറൽ സൈറ്റ് എന്ന് വെച്ചാൽ അവർക്ക് കൃഷിസ്ഥലങ്ങൾ സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത അതുകൊണ്ട് എന്താ കൂടിക്കൊണ്ടേയിരുന്നു, അല്ലേ? വർദ്ധിച്ചു വന്നു. പിന്നെ സ്റ്റാർട്ടഡ് സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതം അവർ ആരംഭിക്കാൻ തുടങ്ങി. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്, കൂടുതൽ സമയം അവർക്ക് വിശ്രമിക്കാനും സമയം കിട്ടി. എപ്പോഴും
എപ്പോഴും അങ്ങ് വയലിൽ കിടന്ന് ജോലിയല്ല, അവർക്ക് ഇടയ്ക്കൊന്ന് വന്ന് വിശ്രമിക്കാനുള്ള സമയം കൂടി അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അടുത്ത, ഹൗ മൈറ്റ് റിവർ ബാങ്ക് ഹാവ് ഹെൽപ്ഡ് എയർലി ഹ്യൂമൻസ് ടു സെറ്റിൽ. അതാ ഇപ്പം നമ്മൾ അതിൻ്റെ മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് നോക്കും കുഞ്ഞുങ്ങളെ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലേ, ഇത് വേറെ അല്ലേ. ഹൗ മൈറ്റ് റിവർ ബാങ്ക് ഹാവ് ഹെൽപ്ഡ് എയർലി ഹ്യൂമൻസ് ടു സെറ്റ്. അതെ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ, അതായത് നദീതീരങ്ങളിൽ ആദിമ മനുഷ്യരെ താമസിക്കാൻ സഹായിച്ചത് എന്തൊക്കെയായിരുന്നു? അവരവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ആദിമ മനുഷ്യർ താമസിക്കാൻ സഹായിച്ചത് എങ്ങനെയൊക്കെയായിരുന്നു? അവൈലബിലിറ്റി, നല്ല അവർക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടുന്നുണ്ടായിരുന്നു, ജലത്തിൻ്റെ ലഭ്യത, നല്ല മണ്ണായിരുന്നു, ഫെർട്ടൈൽ സോയിലായിരുന്നു, അതുപോലെ ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥ അല്ലേ, അനുകൂലമായ കാലാവസ്ഥ, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഗതാഗതം, എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ അവർക്ക് എളുപ്പമായിരുന്നു. വാട്ടർ വാസ് എസെൻഷ്യൽ ഫോർ ഫാമിംഗ് ആൻഡ് ലിവിങ്. വാട്ടർ ഫ്രം റിവർ വാസ് യൂസ്ഡ് ടു വാഷ് ക്ലോത്ത് ആൻഡ് കുക്ക് ഫുഡ് ടു. എന്ന് വെച്ചാൽ കൃഷിക്കും ജീവിക്കാനും വെള്ളം അത്യാവശ്യമാണ്. വസ്ത്രങ്ങൾ കഴുകാനും ഭക്ഷണം പാകം ചെയ്യാനും നദിയിലെ വെള്ളമാണ് അവർ കൂടുതലായിട്ടും ഉപയോഗിച്ച് ഇരുന്നത്. ഓക്കെ, അടുത്ത, വാട്ട് വാസ് യൂസ്ഡ് ടു സ്റ്റോർ ലെഫ്റ്റ് ഓവർ ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഡെയിലി നീഡ്സ്. ദിവസവും ആവശ്യത്തിന് ശേഷം വരുന്ന ഭക്ഷണ സാധനങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നത് എവിടെ? മുമ്പ് നമ്മൾ ചോദിച്ചതല്ലേ. വാട്ട് യൂസ്ഡ് ടു സ്റ്റോർ ലെഫ്റ്റ് ഓവർ ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഡെയിലി നീഡ്സ്. ഓരോ ദിവസവും എടുത്തതിന് ശേഷം വരുന്ന ഫുഡുകൾ അവരെന്താണ് ചെയ്തത്? കീപ്പിംഗ് സാക്സ് എന്ന് വെച്ചാൽ, സാക്ക് എന്ന് വെച്ചാൽ ചാക്കാണ്, ചാക്കുകളിൽ അവർ സൂക്ഷിച്ചു. ജാറുകളിൽ, ഭരണികളിൽ, പത്തായം ആൻഡ് കെപ്റ്റ് ഡ്രൈ, ഉണക്കി അവർ സൂക്ഷിക്കാൻ തുടങ്ങി. ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, അതും ഒരു വൺ വേർഡിൻ്റെ മുമ്പ് ചോദിച്ചതാണ്. ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഡിസ്കവറി ഓഫ് വീലാണ്. അത് ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അടുത്ത, സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാർട്ടർ സമ്പ്രദായം എന്നാൽ എന്ത്, അല്ലെങ്കിൽ കൈമാറ്റ സമ്പ്രദായം എന്നാൽ എന്ത്? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെട്ടിരുന്നത്. നിങ്ങളെ പണ്ട് കാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ്. അതാണ് ഒറ്റവാക്കി പറഞ്ഞ. നാണയ വ്യവസ്ഥയൊന്നും, അന്ന് രൂപയൊന്നും ഇല്ലായിരുന്നു. ഈ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. ബിഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോയിനേജ് there was the practice of exchanging goods with each other. This method of exchange is known as a barter system. അടുത്തൊരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ ചോദിക്കും. ഇങ്ങനെ ഇതവിടെ ടെക്സ്റ്റ് കിടപ്പുണ്ട് അല്ലേ, അർബൻ സെൻറ്ററിൻ്റെ ഫ്ലോ ചാർട്ട്. അർബൻ സെൻറ്റർ, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അത് കഴിഞ്ഞ് ട്രേഡ്, അത് കഴിഞ്ഞ് മാർക്കറ്റ്, ട്രേഡിംഗ് സെൻറ്റർ, അർബൻ സെൻറ്റർ, അതായത് സാധനങ്ങൾ കൈമാറുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അത് കഴിഞ്ഞ് ട്രേഡ്, വ്യാപാരം, വിപണികളിൽ, വ്യാപാര കേന്ദ്രങ്ങളിൽ, നഗര കേന്ദ്രങ്ങളിൽ. ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കറക്റ്റായിട്ട് ഇത് തിരിഞ്ഞു പോകരുത്, അതേതായ രീതിയിൽ തന്നെ അത് എഴുതണം. ഫൈൻഡ് ഔട്ട് ദ സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്പൈസസ് ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ സ്പൈസസ് ആണ്? കുരുമുളക്, അതായത് ബ്ലാക്ക് പെപ്പർ, ഏലം, കാർഡമം, കറുവപ്പട്ട, സിനമൺ, ഗ്രാമ്പൂ, ക്ലോവ്സ്, ജാതിക്ക, നട്ട്മെഗ്, മഞ്ഞൾ, ടർമറിക്ക്, ഇഞ്ചി, ജിഞ്ചർ. ഇംഗ്ലീഷും മലയാളം നോക്കണേ, ഏതെങ്കിലും ഒരു 4-5 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. സ്പൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതാൻ. അടുത്ത, സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാമാണെന്ന് ഒരു 5 എണ്ണത്തിൻ്റെ പേരെഴുതാൻ ചോദിച്ചാൽ, ഒന്ന് കുരുമുളകാണ്. കേരളത്തിലെ പ്രധാന നാണ്യവിളയാണ് കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തന്നെ കുരുമുളകാണ്. മലബാർ തീരങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം. പെപ്പർ ഈസ് ദ കിങ് ഓഫ് സ്പൈസസ് അല്ലേ. പെപ്പർ ഈസ് എ നേറ്റീവ് ടു സൗത്ത് ഇന്ത്യ. പെപ്പേഴ്സ് ആർ റിച്ച് ഇൻ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, ഇതെല്ലാം കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കറുവപ്പട്ട അല്ലെങ്കിൽ സിനമൺ എന്ന് പറയുന്നത്, സിനമൺ ഈസ് ദ സ്പൈസസ് ദാറ്റ് കംസ് ഫ്രം ദ ബാർക്ക് ഓഫ് ട്രീസ്. മരത്തിൻ്റെ പട്ട എന്നൊക്കെ പറയത്തില്ലേ,
ഏലത്തിൻ്റെ തൊലി, അതാണ് ഈ സിനമൺ എന്ന് പറയുന്നത്. എന്നാൽ കാർഡമമോ, ഏലക്ക, കാർഡമം ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് സ്പൈസസ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കാർഡമത്തിനെയാണ്. വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ കേരള ആൻഡ് ആസാം. അത് ടെസ്റ്റിൽ കിടപ്പുണ്ട്, നിങ്ങൾ അതങ്ങ് പഠിച്ചാൽ മതി. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് നമ്മുടെ കുരുമുളകിനെയാണ് കേട്ടോ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകിനെയാണ്. മിശ്രഭോജനം എന്താണ്? മിശ്രഭോജനം 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിന് എതിരെയാണ് ഈ സമരം നടത്തിയത്. എന്താണ് മിശ്രഭോജനം? 1917 മെയ് 29, ഡേറ്റ് മറക്കല്ലേ, 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെട്ടതിന് എതിരെയാണ് ഈ സമരം നടത്തിയത്. അതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അടുത്ത ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. വൈ വാസ് ദ ബ്ലാക്ക് പേപ്പർ കാൾഡ് ബ്ലാക്ക് ഗോൾഡ് ബൈ ഫോറിനേഴ്സ്? കുരുമുളകിനെ വിദേശികൾ ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? Foreigners valued black pepper highly due to its taste and aroma, considering it as precious as gold. കുരുമുളകിനെ വിദേശികൾ സ്വർണം പോലെ വിലയേറിയതായിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത്. അതിൻ്റെ രുചിയും സുഗന്ധവും കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ബ്ലാക്ക് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ ആ ചാപ്റ്ററിനകത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഫുഡ്? എന്താ, നമ്മൾ ഭക്ഷണം പാഴാക്കരുത്, ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വേസ്റ്റിംഗ് ഫുഡ് ഈസ് അൺഫെയർ ടു ദോസ് ഹൂ ഡു നോട്ട് ഹാവ് ഇനഫ് ടു ഈറ്റ്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിൾ പ്രാക്ടീസ് ടു യൂസ് ഫുഡ് ജുഡീഷ്യറി ആൻഡ് റെഡ്യൂസ് ഫുഡ് വേസ്റ്റേജ് ഇൻ ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അതായത് ഭക്ഷണം പാഴാക്കുന്നത് കഴിക്കാൻ തികയാത്തവരോട് നമ്മൾ കാണിക്കുന്ന അനീതിയാണ് എന്നാണ് പറയുന്നത്. ഭക്ഷണം വിവേകത്തോടെ ഉപയോഗിക്കുകയും വീടുകളിലും സമൂഹങ്ങളിലും ഭക്ഷണം പാഴാക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണെന്നും പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷുകാരത് എഴുതണേ. ഇംഗ്ലീഷ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ടു അവോയ്ഡ് ദ വേസ്റ്റിംഗ് ഫുഡ്. അതുപോലെ തന്നെ മലയാളം, ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ അത്രയും നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഫുള്ള് തീർന്നിരിക്കുകയാണ്. അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ് എന്നാണ്. എന്താ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്? സോറി കേട്ടോ, ഒരു കോള് വന്നത്. ചാപ്റ്റർ 3 ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്, വിവിധ തൊഴിൽ വൈവിധ്യങ്ങൾ. പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ്? ഒരു മിഠായിയാണ്. വാട്ട് ഡിഡ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ? ടോഫീസ്. വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത്? കഥാപുസ്തകം സമ്മാനമായി നൽകി. എന്താ ചെയ്യാ? How did Tejas' parents appreciate him for folding clothes? സ്റ്റോറി ബുക്ക്. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത്? അല്ലെ പ്രതിഫലം, അല്ലേ? പ്രതിഫലം എന്ന് വെച്ചാൽ അത് കൂലിയോ പണമോ എന്തോ. വാട്ട് ഡു ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു? സാലറി അല്ലെങ്കിൽ വേജസ്. എന്താണ് ഇൻകം? നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലൂടെ വരാം. ഇൻകം, വരുമാനം എന്നാൽ എന്താണ്? വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു നോക്കിക്കേ. കച്ചവടം, അധ്യാപനം, ക്യാരംസ്. അത് നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കേട്ടോ, ടെസ്റ്റിനകത്തിലെ ചോദ്യമാണ്. അടുത്ത, പ്രതിഫലമായി പണം ലഭിക്കുന്നത് ഏതെല്ലാം പ്രവർത്തനങ്ങളാണ്? അധ്യാപനം, കച്ചവടം, ആതുര സേവനം എന്നിവ. വിച്ച് എമംഗ് ദ ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ദ ഫോം ഓഫ് മണി?
മുമ്പ് 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് ഏതാണ്? ടീച്ചിങ്, ട്രേഡ്, ഹെൽത്ത് കെയർ, ഇതെല്ലാം നമുക്ക് റിവാർഡ് കിട്ടുന്നതാണ് അല്ലേ, പ്രതിഫലം കിട്ടുന്നതാണ്. ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്? റിവാർഡ് എന്ന് പറഞ്ഞല്ലോ, ഇവിടെ സമ്മാനം ലഭിക്കുന്ന ഏതൊക്കെയാണ്? അതായത് ചിത്രരചന, ക്യാരംസ്, വോളിബോൾ, ഇതിനെല്ലാം. വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ് ആണ് ഇത്. റിവാർഡ് മണി ആയിട്ടും ഉണ്ട്, ഗിഫ്റ്റ് ആയിട്ടും ഉണ്ട്. ഡ്രോയിങ്സ്, ക്യാരംസ്, ഫുട്ബോൾ, ഇതെല്ലാം എന്താണ്? വരുമാനം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അടുത്ത എംപ്ലോയ്മെൻറ്റ് അല്ലെ, തൊഴിൽ. എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിൽ. ടൈപ്പ് ഓഫ് ജോബ്, ഏതൊക്കെ തരത്തിലുള്ള ഒരു 3-4 ജോബിൻ്റെ തൊഴിലിൻ്റെ പേരറിഞ്ഞിരിക്കണം. അഗ്രികൾച്ചർ, ട്രേഡ്, ടീച്ചിങ്, സോൾജിയേഴ്സ്, ഏതെങ്കിലും ഒരു 5-6 സ്പെല്ലിംഗ് അറിയണേ. സ്പെല്ലിംഗ് നല്ലപോലെ അറിയണം. പിന്നെ എന്താണ് തൊഴിൽ? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ അതോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. എന്താണ് എംപ്ലോയ്മെൻറ്റ്? എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഫോർ ഇൻകം. ഇറ്റ്സ് റിവാർഡ് ഈസ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് വേജസ് ഓർ സാലറി. എംപ്ലോയ്മെൻറ്റ് ഈസ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ ഇൻഡിവിജ്വൽസ്. അടുത്ത വേജസ് ആൻഡ് സാലറി. എന്താണ് ഈ വേജസ്, എന്താണ് സാലറി? അപ്പോൾ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തൊഴിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മലയാളംകാർക്ക് ഇത് എഴുതിയെടുക്കണം. ഇത് ഞാനിപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നു. നമ്മൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഇട്ടതാണ്. ഇനി അഥവാ ഒട്ടും കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഇടുന്നത് കേട്ടോ, കാരണം അടുത്ത ആഴ്ച എക്സാം അല്ലേ. ഇനി എന്താണ് വേജസ്, എന്താണ് സാലറി? വേജസ് എന്ന് വെച്ചാൽ കൂലിയാണ് അല്ലേ, സാലറി എന്ന് വെച്ചാൽ ശമ്പളമാണ്. വേജസ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ to the employee for performing services under a contract. Wages is fixed on hourly or daily basis. എന്നാൽ സാലറി ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ ദ വർക്ക് പെർഫോംഡ് ബൈ ദ എംപ്ലോയീസ് ഓൺ എ മന്ത്ലി ബേസിസ്. വേജസും സാലറി. ഇനി എൻ്റെ മലയാളം നോക്കിക്കേ. കൂലിയും ശമ്പളവും. ഒരു കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിക്കുന്നതിന് തൊഴിലുടമ ജീവനക്കാരന് വേതനം നൽകുന്നു. അത് മണിക്കൂറോ ദിവസമോ ഈ വേതനം നിശ്ചയിക്കുന്നു. എന്നാൽ ശമ്പളം എന്നത് ജീവനക്കാർ പ്രതിമാസം ചെയ്യുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ്. ഇപ്പം മനസ്സിലായോ? അതായത് കൂലിയും ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇനി മുമ്പ് നമ്മൾ പറഞ്ഞതാണ് സോഴ്സസ് ഓഫ് ഇൻകം. വരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ എന്തെല്ലാമാണ്? വരുമാന സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ ഈ മലയാളം കൃഷി ചെയ്യുമ്പോൾ കൃഷി, വിള, തൊഴിൽ, കൂലി, ശമ്പളം, ബിസിനസ്സിന് ലാഭം, ബാങ്ക് നിക്ഷേപം എങ്കിൽ പലിശ, ആസ്തികൾ, വാടക, പലിശ, ഓഹരി നിക്ഷേപം, ലാഭവിഹിതം. ഇതൊക്കെ എന്തുവാന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമുക്ക് കിട്ടുന്ന വരുമാനം. ഇപ്പം കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് കിട്ടും? അതിൻ്റെ വിളകൾ കിട്ടും. അത് വിറ്റ് നമുക്ക് പൈസ മേടിക്കാം. തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജോലി ചെയ്താലും അതിന് ഒന്നുകിൽ നമുക്ക് കൂലി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും. എന്ത് ബിസിനസ് കിട്ടിയാലും അതിനകത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ, പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നത്. ഓക്കെ. ബാങ്ക് നിക്ഷേപം. മുമ്പ് ഞാൻ പറഞ്ഞു ബാങ്കിൽ നമ്മൾ പൈസ ഇട്ടില്ല, മന്ത്ലി നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ആസ്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വസ്തുക്കളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീടുകളോ അല്ലെങ്കിൽ കടകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാടക കിട്ടും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പൈസ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പലിശ കിട്ടും. ഓഹരി നിക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭവിഹിതം. ഇങ്ങനെ ഏതെങ്കിലും ഒരു 4-5 എണ്ണത്തിൻ്റെ പേര് വരുമാന സ്രോതസ്സുകൾ പഠിച്ചു വെച്ചേക്കണം. അതിൻ്റെ ഇംഗ്ലീഷാണ്. അഗ്രികൾച്ചർ ആണെങ്കിൽ ക്രോപ്പ്, എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ വേജസ്, സാലറി, ബിസിനസ് ആണെങ്കിൽ പ്രോഫിറ്റ്, ബാങ്ക് ഡിപ്പോസിറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ്, അസറ്റ് ആണെങ്കിൽ റെൻ്റ് ഓർ ലീസ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷെയർ. ഇംഗ്ലീഷുകാരുടെയാണ്. അടുത്ത വ്യക്തിഗത വരുമാനം എന്നാൽ എന്താണ്? അതായത് പേഴ്സണൽ ഇൻകം എന്നാൽ എന്ത്? ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. Personal income is the total income received by a person from various sources of income during a particular period. ഇംഗ്ലീഷുകാർ എഴുതണ എന്താണ് ഈ പേഴ്സണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Personal income is the total income received by a persons from various sources of income during a particular period. ഒരു വ്യക്തിക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. എന്നാൽ കുടുംബ വരുമാനമോ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം
എല്ലാവർക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഫാമിലി ഇൻകം അല്ലേ, ഫാമിലി ഇൻകം ഈസ് എ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൺ പീരീഡ്. ഫാമിലി ഇൻകവും പേഴ്സണൽ ഇൻകവും ചിലപ്പോൾ അത് തങ്ങളുടെ വ്യത്യാസം എന്താണെന്നോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തൊഴിലുകൾ. കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും. നമ്മുടെ ആക്ടിവിറ്റി ക്വസ്റ്റ്യനകത്തിൽ അതുള്ളതായിരുന്നു അല്ലേ. കാർഷിക തൊഴിൽ നെൽകൃഷി, റൈസ് കൾട്ടിവേഷൻ, മത്സ്യകൃഷി ഫിഷ് ഫാമിംഗ്, പച്ചക്കറി എന്ന് വെച്ചാൽ വെജിറ്റബിൾ കൾട്ടിവേഷൻ, കന്നുകാലി വളർത്തൽ എന്ന് വെച്ചാൽ കാറ്റിൽ റേസിംഗ്, പട്ടുനൂൽ കൃഷി എന്ന് വെച്ചാൽ സിൽക്ക് കൾട്ടിവേഷൻ. ഇതെല്ലാം കൃഷിയെ സംബന്ധിച്ചുള്ള കാർഷിക തൊഴിലുകളാണ്. എന്നാൽ കൃഷിയെ ബന്ധപ്പെടാത്ത, അതായത് കാർഷികേതര തൊഴിലുകൾ കച്ചവടം, ബിസിനസ്, ബാങ്കിങ്, ടീച്ചിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം എന്താണ്, നോൺ അഗ്രികൾച്ചർ. ഇത് അഗ്രികൾച്ചറും ഇത് മുമ്പ് നമ്മൾ എഴുതിയല്ലേ, അഗ്രികൾച്ചറും നോൺ അഗ്രികൾച്ചറലുമാണ് കേട്ടോ. സ്വയം തൊഴിൽ എന്നാൽ എന്താണ്? സ്വയം തൊഴിൽ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്രമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. മുമ്പ് അതിൻ്റെ ഇംഗ്ലീഷ് ഉൾപ്പെടെ നമ്മൾ ആക്ടിവിറ്റിയിൽ പഠിച്ചതാണ്. സ്വയം തൊഴിൽ പദ്ധതികൾ ഏതെല്ലാമാണെന്നും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പ് ഞാൻ പറഞ്ഞതാണ്. നവജീവൻ പദ്ധതി എന്ന് വെച്ചാൽ 50 വയസ്സിനും 60 വയസ്സിനും ഇടയിലെ ഗുണഭോക്താക്കളാണ് നവജീവൻ പദ്ധതിയിലുള്ളത്, അതായത് മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. കൈവല്യ എന്ന് പറയുന്നത് 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലെ ഭിന്നശേഷിക്കാർക്കുള്ളതാണ് കൈവല്യ എന്ന് പറയുന്ന പദ്ധതി. ശരണ്യ എന്ന് വെച്ചാൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്, അത് വനിതകൾക്കുള്ളതാണ്. ജീവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള ഒരു പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിനകത്തിലെ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ്, ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്, ചാപ്റ്റർ 4. ഇത് ഇച്ചിരി വലിയൊരു ചാപ്റ്ററാണ്. ഏതാ? ക്ലോത്തിങ് ത്രൂ ദ ഏജസ് അല്ലേ, വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ. നോക്കിക്കേ, ഹൗ ദോസ് ലിവിങ് ബീയിങ് സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബിയറബിൾ കോൾഡ് എക്സെട്ര. ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയവ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചത്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദേവേ, സമയപരിധി ഉണ്ടാവും, നിങ്ങളെ സ്പീഡിൽ പോകുന്നത്. ദേ വേ ഇൻ വിച്ച് ഹ്യൂമൻസ് ഫേസ് അൺഫേവറബിൾ വെതർ സിറ്റുവേഷൻസ്, അതും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് എഴുതിയെടുത്താൽ മതി കേട്ടോ. കാരണം അടുത്ത, വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾസ് യൂസ് ടുഡേ? കേട്ടോ, ഇതിൻ്റെ എല്ലാം നമ്മൾ ലിങ്ക് ഓൾറെഡി ഇട്ടതാണ്. അടുത്ത, ഹൗ ഡസ് എ ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? എന്തിനെല്ലാമാണ്? കേട്ടോ, എഴുതിയെടുത്ത് നമ്മൾ 2 ലിങ്ക് ഇതിൻ്റെ ഇട്ടതാണ്. വാട്ട് മെറ്റീരിയൽസ് ഡ എർലി ഹ്യൂമൻസ് യൂസ് ക്ലോത്തിങ്? പിന്നെ ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത് ബൈ എർലി ഹ്യൂമൻസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ് ടുഡേ, വാട്ട് കുഡ് ബി ദ റീസൺസ്? അത് നമ്മൾ ഇതെല്ലാം എഴുതിയതാണ്. എഴുതാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ഇതൊന്നുകൂടി ഇടുന്നത്. കണ്ടോ, ഇത് നിങ്ങൾ എഴുതാത്തവരങ്ങ് എഴുതിയെടുക്കണേ, അതിനാ ഞാനിത് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. അടുത്തത്, മൃഗങ്ങൾ. ഹൗ ഡിഡ് ദ യൂസ് ഓഫ് വൂവൺ ക്ലോത്തിങ് ബിക്കം മോർ വൈഡ് സ്പ്രെഡ്? കണ്ടോ, അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. പരീക്ഷ ആയതുകൊണ്ട് ഇതൊന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ. അടുത്ത, വാട്ട് ചേഞ്ച് ഡിഡ് ദ ഇൻവെൻഷൻ ഓഫ് വീവിങ് ടൂൾസ് ബ്രിങ് അബൌട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്? എന്താ, നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച്. അതിനകത്തുള്ള സ്പിന്നിങ് ഒക്കെ വരുന്നത്. കോട്ടണെ കുറിച്ച്, പിന്നെ ജൂട്ടിനെ കുറിച്ച്. ഓക്കെ, ഇത് ഇത്രയും വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരുപാട് സമയം. ഇൻഡിഗോയെ കുറിച്ച്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ആ മറ്റേ ലിങ്ക് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ആ ലിങ്കിനകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് എഴുതാനും വായിക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതെടുത്തൊന്ന് നോക്കണേ. ഇതിപ്പം നിങ്ങൾക്ക് അത്രയും പറഞ്ഞതുകൊണ്ട് പ്രധാനപ്പെട്ട ഇതും അതിനകത്തിൽ 4ാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് കാണിച്ചതാണ്. ഇപ്പം തന്നെ എൻ്റെ 52 മിനിറ്റ് ആയില്ലേ കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാട്ടോ. നിങ്ങൾക്ക് തന്നെ ബോറടിക്കുമായിരിക്കുമല്ലോ. നിങ്ങൾ ഒറ്റവട്ടം ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ 2ഉം 3ഉം വട്ടമായിട്ടൊക്കെ ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഒറ്റ ഇതിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് എഴുതണേ. വാട്ട് ആർ ദ ചേഞ്ചസ് മെയ്ഡ് ദ സൊസൈറ്റി? അടുത്ത, ചേഞ്ചസ് ബൈ ദ യൂസസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചറിങ് ക്ലോത്ത്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫീച്ചേഴ്സ് ഓഫ് നാച്ചുറൽ ഫൈബറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കണ്ടോ. ഓക്കെ, ഹൗ ഡിഡ് ചർക്കയുടെ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞത് എല്ലാ ക്വസ്റ്റിനും പഠിച്ചു കഴിഞ്ഞിട്ടേ ചർക്ക പഠിക്കാമെന്ന്, പക്ഷേ പഠിച്ചോണ്ടോ കുഞ്ഞുങ്ങളെ. അന്ന് ഞാനിതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞതാണ്. വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകളെക്കുറിച്ച്. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് കേട്ടോ. അടുത്ത, 1 വേർഡ് ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം നമ്മൾ അതിനകത്തിൽ പറഞ്ഞതാണ്. അല്ലാത്തവരെല്ലാം ഇത് എങ്ങനെ എഴുതിയെടുക്കണേ. വീവിങ് എന്നാൽ എന്തെന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്നത് കേട്ടോ. നെയ്ത്തിനെ കുറിച്ച്. പിന്നെ നാച്ചുറൽ ഫൈബറും
നോണ്ടേ മാച്ച് ദ ഫോളോയിങ്, ഇത് പഠിക്കണേ. മാച്ച് ദ ഫോളോയിങ് ഇതെല്ലാം നമ്മൾ ഒത്തിരിയും പറഞ്ഞതായതുകൊണ്ടാണ് നിങ്ങളൊന്നും തോന്നില്ലേ കേട്ടോ. ഒത്തിരിയും പറഞ്ഞ് നമ്മളിതിൻ്റെ ലിങ്ക് ഓൾറെഡി ഇട്ടതുകൊണ്ടാണ് ഇപ്പം ഞാനിത് പറഞ്ഞത്. അപ്പം നോക്കിക്കേ, ട്രാവൻകൂറിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തിരുവിതാംകൂറിനെ കുറിച്ചാണ്. ഇത് വൺ വേർഡ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ഇത് വൺ വേർഡ് കേട്ടോ. സ്റ്റാർട്ട് നാഷണൽ ഹാൻഡ്ലൂം ഡേ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ഫുൾ ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 4 ചാപ്റ്ററിൻ്റെയും ഫുൾ ഏകദേശം പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഫുൾ നോട്ടുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ 5ാം ക്ലാസ്സിൻ്റെ സയൻസ് നമ്മൾ ഓണം കഴിഞ്ഞേ ഇടുന്നുള്ളൂ. കാരണം 4 ചാപ്റ്റർ ഫുള്ളും നമ്മൾ പഠിപ്പിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഇടണേ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണേ നിങ്ങളുടെ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഈ 4 ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി തന്നതല്ലേ. അപ്പം നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇടണേ കേട്ടോ. താങ്ക് യു.